അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ ആ ഒരു കുടുംബത്തിന്റെ വേദനയിലാണ് ഞാനും നിങ്ങളും ഇന്ന് പങ്കുചേരാൻ പോകുന്നത്. ഒരുപാട് മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മക്കൾ മരണപ്പെട്ടു എന്ന് മാത്രമേ നമുക്കൊക്കെ അറിയൂ. പക്ഷെ ആ കുടുംബത്തിന്റെ വേദന, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മളൊക്കെ തൊട്ടറിഞ്ഞതാണ്. എത്രയെത്ര മാതാപിതാക്കളുടേതാണ് മാനസിക നില തന്നെ തെറ്റിപ്പോയത്. പടച്ച റബ്ബ് എല്ലാ മക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമുക്ക് എല്ലാം സഹിക്കാൻ പറ്റും, പക്ഷെ മക്കൾ മരണപ്പെട്ടാൽ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഇനി അവരുടെ അങ്ങോട്ടുള്ള ജീവിതം നരക തുല്യമായിരിക്കും. ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥ നമ്മൾ കണ്ടതാണ്. ചിലർ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പടച്ച റബ്ബിനെ ഭയന്നു മാത്രമാണ്. അല്ലെങ്കിൽ ഇതിനു മുമ്പേ അവർ ജീവിതം ഇല്ലാതാക്കിയിട്ടുണ്ടാകും. ഇന്ന് രാവിലെയായിരുന്നു നാട്ടുകാരെയും ബന്ധുക്കളെയും നടുക്കിയ ഈ ഒരു വിവരം പുറത്തു വരുന്നത്. സംഭവം മറ്റൊന്നുമല്ല, ഏക മകന്റെ അപ്രതീക്ഷിത മരണം. ആ മരണം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കരകയറാനാവാതെ കാസർഗോഡുള്ള പൊയ്നാച്ചിപ്പറമ്പിലെ ദമ്പതികൾ ജീവനൊടുക്കി എന്നുള്ളൊരു വാർത്ത നെഞ്ചിടിപ്പോടെയാണ് എല്ലാവരും കേട്ടത്. മരണപ്പെട്ടിരിക്കുന്നത് പൊയ്നാച്ചിപ്പറമ്പ് സ്വദേശികളായ വേണുഗോപാൽ 50 വയസ്സ്, ഭാര്യ സ്മിത 40 വയസ്സും എന്നിവരെയാണ് വെള്ളിയാഴ്ച രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ ഹാളിൽ 2 പേരെയും തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ നിന്നും വീട്ടിൽ നിന്നും ഒരു കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് മനസ്സ് പൊട്ടിപ്പോകുന്ന എഴുത്തുകുറിപ്പുകളായിരുന്നു. ഏക മകൻ നഷ്ടപ്പെട്ടതിനാൽ ഞങ്ങൾക്ക് ജീവിക്കാനാവുന്നില്ല എന്നായിരുന്നു കുറിപ്പിലെ ഉള്ളടക്കം. മകൻ മരണപ്പെട്ടിട്ട് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. അതുവരെ ഇവർ ജീവിച്ചിരുന്നത് തന്നെ ശ്വാസം അടക്കിപ്പിടിച്ചാണ്. വിയർപ്പ് മുട്ടിയായിരുന്നു ഇതുവരെ ജീവിച്ചങ്ങ് മുന്നോട്ട് പോയത്. പക്ഷെ അവർക്ക് പറ്റുന്നില്ല. ഇങ്ങനെ തന്നെയാണ് മക്കൾ മരണപ്പെട്ട ഓരോ മാതാപിതാക്കളുടെയും അവസ്ഥ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത്, മരണപ്പെട്ടവർ പടച്ച റബ്ബിലേക്ക് മടങ്ങി. ഇവിടെ ജീവിച്ചിരിക്കുന്നവരുണ്ട്, അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ എന്ന്. പല മാതാപിതാക്കളും ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നരകിച്ചുകൊണ്ടാണ്. അതും പടച്ച റബ്ബിനെ ഭയന്ന്. ജീവിതകാലം മുഴുവൻ അവരുടെ ജീവിതം അങ്ങനെ തന്നെയായിരിക്കും. അവർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. പടച്ച റബ്ബ് ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇവരുടെ മകൻ ശിവനാഥ് എന്ന് പറയുന്ന ആ ഒരു 19 വയസ്സുകാരൻ എങ്ങനെയാണ് മരണപ്പെട്ടത്? ഒട്ടും പ്രതീക്ഷിക്കാത്ത മരണമായിരുന്നു. എന്തെങ്കിലും രോഗമുണ്ടോ? ഇല്ല. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഏറെ സന്തോഷത്തോടെ ആടിയും പാടിയും ജീവിച്ച ഒരു കുടുംബമായിരുന്നു ഈ ഒരു അവസ്ഥയിലായത്. ഒരേ ഒരു മകനായിരുന്നു. കഴിഞ്ഞ മാസം ഡിസംബർ 29 ഇവരുടെ ഏക മകനായ ശിവനാഥ് ട്രെയിൻ തട്ടി മരിക്കുന്നത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു ശിവാനന്ദ്. ഈ ഒരു വാർത്ത മുമ്പേ നമ്മൾ കേട്ടതായിരുന്നു. ഏറെ ആഹ്ലാദത്തോടെ കൊച്ചിയിൽ നടക്കുന്ന റാപ്പർ വേടന്റെ സംഗീത പരിപാടി കാണാൻ പോയതായിരുന്നു ശിവാനന്ദ്. പിന്നെ തിരിച്ചു വന്നോ? ഇല്ല. അവിടെയുണ്ടായിരുന്ന തിക്കിലും തിരക്കിലും പെട്ട് ട്രെയിൻ തട്ടി മരിച്ചു എന്നാണ് അന്ന് നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടത്. അത് തന്നെയായിരുന്നു സംഭവിച്ചത്. ഈ ഒരു മരണത്താലെ ആ മാതാപിതാക്കൾ ആകെ തളർന്നു പോയിരുന്നു. മകന്റെ വേർപാട് സഹിക്കാനാവാതെ അച്ഛൻ വേണുഗോപാലനും അമ്മ സ്മിതയും വിഷാദ രോഗത്തിൽ അകപ്പെടുകയായിരുന്നു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അവർ. മകൻ മരിച്ചിട്ട് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അവരുടെ മനസ്സിൽ നിന്നും തെല്ലുപോലും ആ വിഷമവും പ്രയാസവും അകറ്റാനായില്ല. വല്ലാത്തൊരവസ്ഥയിൽ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലായിരുന്നു. മകന്റെ മരണത്തിന് ശേഷം ഇരുവരുടെയും മാനസിക നില തന്നെ തെറ്റിപ്പോയി. ഇതിനായി ഇവര് ചികിത്സയും തേടിയിരുന്നത്രേ. ഒരു നാടിനെ മുഴുവൻ ദുഃഖത്തിലായെത്തിയ ഈ ഒരു സംഭവം തീരാ വേദനയായി മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. മക്കൾ മരണപ്പെട്ടാലുള്ള മാതാപിതാക്കളുടെ ആ ഒരു വേദനയുടെ ആഘാതമാണ് ഇവരുടെ മരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്രയേറെ ആഴത്തിൽ അവരെ ബാധിച്ചിരുന്നു എന്ന് ഈ ഒരു കുറിപ്പിലെ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഏക മകനായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉത്തരം മുട്ടിപ്പോയിട്ടുണ്ടാകും. രണ്ടാമതൊരു കുട്ടിയുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് ആ ഒരു മക്കൾക്ക് വേണ്ടിയെങ്കിലും ജീവിച്ചിരുന്നേനെ അല്ലേ? പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. എല്ലാ മക്കൾക്കും പടച്ച റബ്ബ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടുപോയ മക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.